നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇത്തവണയും ഓണക്കിറ്റ് മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് മുൻഗണനാ വിഭാഗത്തിലുള്ളവർക്ക് മാത്രം കിറ്റ് നൽകാൻ തീരുമാനമായത്. 6 ലക്ഷം കാർഡ് ഉടമകൾക്കാണ് സൗജന്യ കിറ്റ് ലഭിക്കുക. കഴിഞ്ഞ വർഷവും മഞ്ഞ കാർഡ് ഉടമകൾക്ക് മാത്രമാണ് കിറ്റ് നൽകിയത്. മഞ്ഞ കാർഡുകാർ കൂടാതെ അനാഥാലയങ്ങളിലെയും വയോജന കേന്ദ്രങ്ങളിലെയും അന്തേവാസികൾക്കും സൗജന്യ ഓണക്കിറ്റുകൾ ലഭിക്കും. റേഷൻ കടകളിലൂടെയാകും കിറ്റുകൾ വിതരണം ചെയ്യുക. സംസ്ഥാനത്ത് ഏകദേശം 6 ലക്ഷം മഞ്ഞക്കാർഡ് ഉടമകളാണുള്ളത്. ഇവർക്ക് മാത്രം സൗജന്യ ഓണക്കിറ്റ് നൽകാൻ 35 കോടി രൂപയോളം വേണ്ടിവരുമെന്നാണ് കണക്ക്. ഓണക്കിറ്റിൽ എന്തൊക്കെ സാധനങ്ങളാണ് ഉണ്ടാകുക എന്നതിൽ വ്യക്തത അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാകും. വിവാഹത്തിൽ പങ്കെടുക്കാനെത്തി ഫ്ളാറ്റിൽ നിന്ന് വീണ യുവാവിന് ദാരുണാന്ത്യം. കോട്ടയം ഭരണങ്ങാനത്ത് ഫ്ളാറ്റിന് മുകളിൽ നിന്ന് വീണ യുവാവ് മരിച്ചു. മൂവാറ്റുപുഴ കോതമംഗലം സ്വദേശി അമ്പാടി സന്തോഷാണ് മരിച്ചത്. ഭരണങ്ങാനം മേരിഗിരി ജംഗ്ഷനിൽ ഫ്ളാറ്റിൽ സുഹൃത്തുക്കൾക്കൊപ്പം മുറിയെടുത്തതായിരുന്നു അമ്പാടി സന്തോഷ്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി എത്തിയതായിരുന്നു 5-അംഗ സംഘം. ഫ്ളാറ്റിലെ മുകളിലത്തെ നിലയിൽ ബാൽക്കണിയിൽ നിന്നും കാൽവഴുതി താഴേക്ക് വീഴുകയായിരുന്നു. തൃക്കാക്കരയിൽ കാണാതായ 19-കാരിയെ വീടിനോട് ചേർന്നുള്ള കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇന്നലെ മുതൽ വീട്ടിൽ നിന്ന് കാണാതായ പെൺകുട്ടി കുളത്തിൽ വീണ് മരിച്ച നിലയിൽ. തൃക്കാക്കര തോവലക്കൽ വീടിനോട് ചേർന്നുള്ള കുളത്തിൽ നിന്നാണ് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. 19-കാരിയായ അമൃതയാണ് മരിച്ചത്. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് പെൺകുട്ടിയെ വീട്ടിൽ നിന്നും കാണാതായത്. തുടർന്ന് പെൺകുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇന്ന് രാവിലെ വീടിനോട് ചേർന്നുള്ള കുളത്തിൽ നിന്ന് പെൺകുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയത്. മരണത്തിന് പിന്നിലെ കാരണം വ്യക്തമായിട്ടില്ല. പോലീസ് അന്വേഷണം ആരംഭിച്ചു. സാമ്പത്തിക നഷ്ടം. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഉടൻ തീരുമാനം വേണം ബോട്ട് ക്ലബ്ബുകൾ. നെഹ്റു ട്രോഫി വള്ളംകളിയിൽ ഉടൻ തീരുമാനം വേണമെന്ന് ബോട്ട് ക്ലബ്ബുകൾ. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ നെഹ്റു ട്രോഫി വള്ളംകളി മാറ്റിവെച്ചിരുന്നു. ഓഗസ്റ്റ് 10-ന് നടക്കേണ്ടിയിരുന്ന വള്ളംകളി ക്ലബ്ബുകളും സംഘാടകരുമായി ആലോചിച്ച് മറ്റൊരു ദിവസം നടത്താനാണ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ സാമ്പത്തിക നഷ്ടത്തെ പരിഗണിച്ച് ഈ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്നും വള്ളംകളി എന്ന് നടത്തുമെന്ന സർക്കാർ തീരുമാനം ഉടൻ ഉണ്ടാകണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുകയാണ് ബോട്ട് ക്ലബ്ബുകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈനിലേക്ക്. സന്ദർശനം ഈ മാസം 23-ന്. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കും. അടുത്ത വെള്ളിയാഴ്ചയാണ് നരേന്ദ്രമോദി യുക്രൈൻ സന്ദർശിക്കുക. യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയുമായി നരേന്ദ്രമോദി ചർച്ച നടത്തും. യുക്രൈനിൽ റഷ്യ യുദ്ധം തുടങ്ങിയ ശേഷമുള്ള നരേന്ദ്രമോദിയുടെ ആദ്യ സന്ദർശനമാണിത്. 3 പതിറ്റാണ്ടിനിടെ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ യുക്രൈൻ സന്ദർശനം കൂടിയാണിത്. ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് അപകടം. ബൈക്ക് യാത്രികനായ ഒരാൾ കൂടി മരിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ. ആറാട്ടുകുഴിയിൽ ടോറസ് ലോറിയും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രികനായ ഒരാൾ കൂടി മരിച്ചു. ഒരാൾ ഗുരുതരാവസ്ഥയിൽ. വെള്ളറടയിൽ നിന്നും കടുക്കറ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ടോറസ് ലോറിയും എതിർദിശയിൽ നിന്ന് വരികയായിരുന്ന ബൈക്കും കൂട്ടുമുട്ടിയാണ് 2 പേർ മരിച്ചത്. ഇടിയുടെ ആഘാതത്തിൽ ബൈക്കിലുണ്ടായിരുന്ന 3 പേരെയും ഗുരുതര പരിക്കുകളോടെ കാരക്കോണം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും ചെറുകര വിളാകത്ത് വീട്ടിൽ ശ്രീജയുടെ മകൻ സുധീഷ് ആദ്യം മരണപ്പെട്ടു. പിന്നാലെ കരിമരം കോളനിയിൽ അനന്തുവാണ് മരണപ്പെട്ടത്. ആറാട്ടുകുഴി സ്വദേശി ജഗൻദേവ് ഗുരുതര പരിക്കുകളോടെ കാരക്കോണം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലാണ്. കാറിന് സൈഡ് നൽകിയില്ല. KSRTC ബസ് ഡ്രൈവർക്ക് ക്രൂരമർദ്ദനം. കോഴിക്കോട് മങ്കാവിൽ KSRTC ബസ് ഡ്രൈവർക്ക് യുവാവിന്റെ മർദ്ദനം. കാറിന് സൈഡ് നൽകിയില്ലെന്നാരോപിച്ചാണ് ഡ്രൈവറെ യുവാവ് മർദ്ദിച്ചത്. മർദ്ദനമേറ്റ കോഴിക്കോട് ഡിപ്പോയിലെ KSRTC ഡ്രൈവർ സുബ്രഹ്മണ്യനെ ബീച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പാലക്കാട് നിന്നും കോഴിക്കോടേക്ക് വരികയായിരുന്ന KSRTC ബസ് തടഞ്ഞു നിർത്തിയാണ് യുവാവിന് നേരെ അക്രമം നടത്തിയത്. മൊഴി നൽകിയവർക്കൊപ്പം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരിച്ച് ആസിഫ് അലി. മലയാള സിനിമയിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ പഠിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പ്രതികരിച്ച് നടൻ ആസിഫ് അലി. ഹേമ കമ്മിറ്റിക്ക് മുന്നിൽ തങ്ങളുടെ അനുഭവങ്ങൾ മൊഴിയായി നൽകിയവരെ ബഹുമാനിക്കുന്നുവെന്ന് പറഞ്ഞു ആസിഫ് അലി. അവർക്ക് എല്ലാ പിന്തുണയും നൽകുമെന്നും അറിയിച്ചു. റിപ്പോർട്ട് വായിക്കാതെ കൂടുതൽ പറയാനാകില്ല. സിനിമാ രംഗത്ത് എല്ലാവർക്കും തുല്യത ഉറപ്പുവരുത്തണം. മൊഴി നൽകിയവർക്കൊപ്പം തന്നെയാണ് നിൽക്കേണ്ടത്. അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടണമെന്നും ആസിഫ് അലി പറഞ്ഞു. കക്കാടംപൊയിൽ സ്വിഫ്റ്റ് കാർ നിയന്ത്രണം വിട്ടു മറിഞ്ഞു. യുവാവിനും യുവതിക്കും പരിക്കേറ്റു. കാറിന്റെ ബ്രേക്കിന്റെ തകരാറാണ് അപകടത്തിന് ഇടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. കക്കാടംപൊയിൽ റോഡിലെ ആനക്കല്ലാംപറമ്പിൽ കാർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് 2 പേർക്ക് സാരമായി പരിക്കേറ്റു. കാറിലുണ്ടായിരുന്ന യുവതിക്കും യുവാവിനുമാണ് പരിക്കേറ്റത്. ഇവരെ ഓമരശ്ശേരിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. നിലമ്പൂർ രജിസ്ട്രേഷനുള്ള സ്വിഫ്റ്റ് കാറാണ് അപകടത്തിൽപ്പെട്ടത്.
കക്കാടംപൊയിൽ സ്ഥിരമായി അപകടം നടക്കുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. കാറിന്റെ ബ്രേക്ക് തകരാറാണ് അപകടത്തിനിടയാക്കിയതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തിൽ പരിക്കേറ്റവരെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. അമ്പലപ്പുഴയിൽ വിവാഹ തട്ടിപ്പ് നടത്തി സ്വർണവും പണവുമായി മുങ്ങിയ ഹരിപ്പാട് സ്വദേശി പിടിയിൽ. ഹരിപ്പാട് പീലാപ്പുഴയിൽ അനീഷ് ഭവനത്തിൽ അനീഷാണ് വിവാഹ തട്ടിപ്പ് നടത്തി സ്വർണവും പണവുമായി മുങ്ങിയ കേസിൽ അറസ്റ്റിലായത്. 2023 ജൂണിലാണ് സംഭവം നടന്നത്. അനീഷ് വിവാഹിതനാണെന്ന കാര്യം മറച്ചുവെച്ച് മാട്രിമോണിയൽ ആപ്പ് വഴി പരിചയപ്പെട്ട് അമ്പലപ്പുഴ സ്വദേശിനിയുമായി പരിചയം സ്ഥാപിച്ച് ജൂൺ മാസത്തിൽ അമ്പലപ്പുഴ നവരാക്കൽ അമ്പലത്തിൽ വെച്ച് വിവാഹം കഴിച്ചു. ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞുവരവേ അമ്പലപ്പുഴ സ്വദേശിനിയുടെ കയ്യിൽ നിന്നും പല പ്രാവശ്യമായി 2,40,000 രൂപ തട്ടിയെടുക്കുകയും കൂടുതൽ പണം ആവശ്യപ്പെട്ട് യുവതിയെ ഉപദ്രവിച്ച് കടന്നു കളയുകയുമായിരുന്നു. തുടർന്ന് അമ്പലപ്പുഴ സ്റ്റേഷനിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചതിനെ തുടർന്ന് മുങ്ങിയ അനീഷിനെ പുന്നപ്ര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്നും പുന്നപ്ര പോലീസിന്റെ സഹായത്തോടെ അമ്പലപ്പുഴ CI M പ്രതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്യുകയായിരുന്നു.